ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ കാരിക്കമണ്ഡപത്താണുള്ളത്. കാരിക്കമണ്ഡപത്ത് എന്തിനാ വെച്ചാൽ ഒരു സ്ഥലം വരെ പോകണം. അതിന് മുൻപ് നമുക്ക് വണ്ടിക്ക് ഇന്ധനം അടിക്കണം. അതിനായിട്ട് കാരിക്കമണ്ഡലത്തെ പെട്രോൾ പമ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം അടിച്ച് കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ നമ്മുടെ സ്പോട്ട് എവിടെയാണെന്ന് വെച്ചാൽ വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തേക്കാണ് പോകുന്നത്. അപ്പം നമ്മളിവിടെ നിന്ന് നേരെ തിരുവല്ലം വഴിയാണ് വിഴിഞ്ഞത്തേക്ക് പോകുന്നത്. അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ ഉള്ളത്, അമ്മയുണ്ട്, വൈദ്യുണ്ട്. വൈദ്യു പിന്നെ എപ്പോഴും സ്ഥിരം പരിപാടി തന്നെ, ഓട്ടോ കയറിക്കാനും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ്റെ ഒരു വൈബിൽ തന്നെയായിട്ട് നിൽക്കുന്നത്. നമ്മളിപ്പം തിരുവല്ലത്തുനിന്ന് നമ്മളെ മെയിൻ ഹൈവേ വഴിയാണ് പോകുന്നത്. അപ്പം എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഹൈവേ എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ആകുമ്പോൾ പ്രത്യേകിച്ച് വണ്ടികളും കുറവായതുകൊണ്ട് കേട്ടോ. അല്ലാണ്ട് സാധാ ഹൈവേ പോലെയൊന്നുമല്ല. സാധാ ഹൈവേയിൽ കുറച്ചും കൂടി വണ്ടികളുണ്ടാവുമല്ലോ, ഇതിൽ വണ്ടി വളരെ കുറവാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക്, വീണത്തേക്ക് പോകുന്ന വഴിക്ക് അവിടെ ടോൾ പാസ് ഉണ്ട് കേട്ടോ, നമ്മളെ തിരുവല്ലം ടോൾ പ്ലാസ. അപ്പോൾ 2 വീലർ 3 വീലർക്കൊന്നും വേണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടി അത് വന്നു. പിന്നെ ഇവിടെ കുറേ കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ കുറേ കണ്ടെയ്നേഴ്സ് ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഒതുക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വീഴുന്നിട്ട് എത്തുന്നതിന് മുൻപ് ഇവിടെ ഇതാ തമ്പുരാൻ ഹോട്ടലുണ്ട് കേട്ടോ. ഫേമസ് ഹോട്ടലാണ്. എല്ലാവരും അവിടെ കയറി ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തു, നമ്മൾ ഇറങ്ങാൻ ലേറ്റായി, നമ്മൾ നന്നായിട്ട് ലേറ്റായി, ഒരു ഉച്ചയാവാറായി നമ്മൾ വിഴിഞ്ഞത്തേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തിരിച്ച് നമ്മളിവിടുന്ന് വന്ന സംഭവങ്ങൾക്ക് വാങ്ങുമ്പോഴേക്കും ലേറ്റാവും, അതുകൊണ്ട് നമുക്ക് തിരിച്ച് പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നിലവിൽ നിന്നത്. എന്തായെന്ന് നമുക്ക് വീഡിയോൻ്റെ വഴിയേ പറയാം. അപ്പം വൈദ്യനെടുത്ത് നന്ദോട്ടം നടന്നു, അമ്മയും പോയി, ഞാൻ മെല്ലനെ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം ആസ്വദിച്ച് വരികയാണ് കേട്ടോ. അവിടെ കുറേ ബോട്ടിൻ്റെ ഒക്കെ മറ്റേ സ്പീഡ് സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ബോട്ടൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ലീവുള്ള ദിവസമായിരുന്നു കേട്ടോ ഞാൻ പോയത്. പക്ഷേ എന്നിരുന്നാലും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കണ്ടില്ലേ തിരക്കുണ്ട് അവിടെ. എന്താ വെച്ചാൽ ഈ വിഴിഞ്ഞത്ത് ലേലത്തിനാണ് മത്സ്യങ്ങൾ വിൽക്കുന്നത്. എല്ലാതെയും വിൽക്കുന്നുണ്ട്. ഇതിപ്പം ലേലം പിടിക്കുന്നു, വീട്ടിലേക്ക് ആവശ്യത്തിനും ഹോട്ടൽ ആവശ്യത്തിനും ഒക്കെ ലേലം പിടിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. അപ്പം അവിടെ അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. പിന്നെ അങ്ങ് അവിടെ വേറൊരു പള്ളിയുണ്ട്. പിന്നെ നല്ലൊരു കാണാൻ തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ഓരോ ബോട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ബോട്ട് വന്നാലും അതിന് മുൻപേ വന്ന ബോട്ടിൻ്റെ ഒക്കെ ലേലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കണവയാണ് ഇവിടെ ലേലത്തിന് വെക്കുന്നത്. കണവ വെച്ച് നമ്മുടെ നാട്ടിൽ കൂന്തൽ. പക്ഷേ നല്ല തിരക്കുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എന്ത് ചെയ്തു, അവിടെ അമ്മേൻ്റെ അടുത്തായിരുന്നു നിന്നത്. പിന്നെ തിരക്ക് തള്ളൽ കിട്ടുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ നന്ദോട്ടിൻ്റെ അടുത്ത് പോയി. നമ്മളവിടെ നിന്നിട്ട് വ്യൂസ് ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞാനും വൈദ്യ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്ന് നിന്നു. അപ്പോൾ നേരത്തെ കണ്ടില്ല ഒരു ക്രെയിൻ ഉത്സവം, അത് മറ്റേ നമ്മളെ സ്വന്തം വിഴിഞ്ഞം ഹാർബറില്ലേ, മറ്റേ പോർട്ട്, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ നിന്നിട്ട് ലേലത്തിൽ നിന്ന് പ്രത്യേകിച്ച് മീനൊന്നും കിട്ടില്ല. എല്ലാം കൊള്ളൂല്ലാത്ത മീനായിരുന്നു. മീൻസ് നമുക്ക് വാങ്ങാൻ താല്പര്യമില്ലാത്ത മീനുകളായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു ചൂര വാങ്ങിച്ച് നൈസായിട്ട് നന്ദോട്ടന വണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വൈദ്യക്ക് ദാഹിക്കുന്നതുകൊണ്ട് ഒരു 10 രൂപേൻ്റെ ജ്യൂസും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ വണ്ടി കയറി നേരെ നമ്മൾ തമ്പുരാൻ ഹോട്ടൽ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു പോയത്. പക്ഷെ നല്ല തിരക്ക്. അപ്പം അതിൻ്റെ അടുത്തുള്ള ഈ ഹോട്ടലിലേക്ക് മജീസ അങ്ങനെ പറഞ്ഞ ഏതൊരു ഹോട്ടലിൽ കയറി. എന്നിരുന്നാലും വീടിനടുത്തുള്ള എല്ലാ ഹോട്ടലും നല്ല ഫുഡാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈ ഇവിടെ നിന്നാവാമെന്ന് വിചാരിച്ച്. എല്ലാ തിരക്കുമുണ്ട്, ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് മീനാണല്ലോ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഹോട്ടലിലുള്ള ഹൈലൈറ്റ് അതാണ്, ഫ്രഷ് മീൻ. അങ്ങനെ ഊണിൻ്റെ കൂട്ടാനൊക്കെ വന്നു തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഊണ് കഴിച്ചപ്പോൾ ഇല്ലേ, നമ്മൾ സാധാരണ ഹോട്ടലിൽ കഴിക്കുന്നൊരു ഫീൽ ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നാടനായിട്ട് നമ്മളെ വറവും തോരനും കറികളും ഒക്കെ കിട്ടുമ്പോൾ ഒരു നമ്മളെ വീട്ടിൽ കഴിക്കുന്നൊരു ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഊണിൽ കിട്ടിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഊണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല നാടൻ ഊണ്, ഹോട്ടലാണെങ്കിൽ പോലും നല്ല നാടനാണ്. അങ്ങനെ നമ്മൾ ഊണിൻ്റെ കൂടെ ഒരു കരിമീനും നന്ദുവേട്ടനൊരു ക്രാബും ഒക്കെ വാങ്ങിച്ചു. നല്ല ചൂട് മീനും, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇത് വൈദ്യ ഉടുപ്പില്ലാതെ ഇരുത്തിയതല്ല കേട്ടോ. നന്ദുവേട്ടനാണ് അവന് ഫുഡ് കൊടുത്തത്. അപ്പം അവൻ്റെ ഫുഡ് കഴിച്ചപ്പോൾ കണ്ണൊക്കെ നീറി, അങ്ങനെ ഉടുപ്പൊക്കെ മാറ്റി ആകെ സീനൊക്കെ ആക്കി. കണ്ണ് കഴുകിയപ്പോഴേ വെള്ളം ഉടുപ്പിലായി. അങ്ങനെ ഉടുപ്പ് കഴിച്ചു കൊടുത്ത് അവന് ചൂടും എടുക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ തിരിച്ച് ഹൈവേയിൽ കൂടി തന്നെയാണ് വരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് പെയിൻറ്റിങ്സൊക്കെ കാണാം കേട്ടോ. അതായത് നമ്മളെ ഈ പാലം, അതായത് ചെറിയൊരു കട്ട് റോഡുണ്ട്, വൈ റോഡ് എന്ന് പറയും. വൈ റോഡല്ലേ, സംഭവത്തിന് അവിടെ കുറേ പെയിൻറ്റിങ്സൊക്കെ കണ്ട് മര്യാദയ്ക്ക് എടുത്തിട്ടൊന്നുമില്ല, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് വൈദ്യുതി ഉറങ്ങിപ്പോയി. നമുക്ക് എന്തായാലും തമ്പുരാൻ ഹോട്ടലിൽ പോയിട്ടുള്ളൊരു വീഡിയോ എടുക്കണം. അപ്പം അന്നേരം നമുക്ക് കാണിച്ചു തരാം പെയിൻറ്റിങ്സൊക്കെ. അങ്ങനെ വൈദ്യുതി ഉറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വീട് എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെയുള്ളൂ. നമ്മളെ വീടിനകത്തെ വിശേഷം ചെറുതായിട്ടിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുവരേക്കും ബൈ.